ഈ ലേഡി ഫോണിലൂടെ പ്രണയിച്ച ഒരാളെ ആദ്യമായി നേരിൽ കാണുന്നു. അയാളെ കണ്ടതും ഒന്നും പറയാനാവാത്ത വിധം സൈലന്റ് ആയി പോകുന്നു. കാരണം അയാളുടെ വോയിസ് വെച്ച് അയാൾ വളരെ ഹൈറ്റും സ്മാർട്ടുമാണെന്ന് സങ്കല്പിച്ചിരുന്നു. പക്ഷെ അയാളെ നേരിൽ കണ്ടപ്പോൾ വെറും 5 അടി ഉയരം മാത്രമേ ഉള്ളൂ. എന്നാലും അയാളോട് സംസാരിക്കും തോറും അയാളുടെ ഹ്യൂമർ സെൻസിൽ മയങ്ങി പ്രണയിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അയാൾ ദിവസവും പോകുന്ന എല്ലാ സ്ഥലത്തേക്കും അവളെ കൊണ്ടുപോയി തന്റെ ഫ്രണ്ട്സിനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടുപേരും വളരെയധികം ഹാപ്പി ആയിരിക്കുന്നു. പക്ഷെ അവളുടെ സൈഡിൽ അവളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയാളുടെ സൈസ് ഒരു പ്രോബ്ലം ആയി തോന്നുന്നു. അതുകൊണ്ട് അവരെ ഹാൻഡിൽ ചെയ്യുന്നതിനായി അയാൾ തന്റെ ഫ്രണ്ട് മാത്രമാണെന്ന് പറയുന്നു. ഒരു ദിവസം അയാൾക്ക് സർപ്രൈസ് ആയി ഗിഫ്റ്റ് കൊടുക്കുന്നതിനായി ഡ്രസ്സ് എടുക്കാൻ വരുന്നു. അവിടെ അയാളുടെ സൈസിൽ ഡ്രസ് ഒന്നുമില്ല. കൊച്ചുകുട്ടികൾക്കായുള്ള കടയിലാണ് അയാൾക്കുള്ള സൈസ് കിട്ടുന്നത്. ആ കടയുടെ ഓണർ അവൾ മകന് വേണ്ടി എടുക്കുന്നതാണെന്ന് വിചാരിക്കുന്നു. അത് അവൾക്ക് കൂടുതൽ വിഷമമുണ്ടാക്കുന്നു. അടുത്ത ദിവസം ആ ടീഷർട്ടും ഇട്ട് അവളോടൊപ്പം പുറത്തു പോകുന്നു. നോക്കുമ്പോൾ ആ കടയുടെ ഓണർ തന്റെ മകനും അതേ ഡിസൈനിലുള്ള ഒരു ടീഷർട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു. അവരെ കണ്ടതും ഇയാൾക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ അവളെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അയാൾ തന്നെ അവളെ ബ്രേക്കപ്പ് ചെയ്യുന്നു. ഇവൾക്ക് അയാളില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. ദിവസവും അയാളെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അയാളില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയവൾ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്ലെയിനിൽ നിന്ന് താഴേക്ക് ചാടി പാരച്യൂട്ട് വെച്ച് കറക്റ്റായി അയാൾ ജോലി ചെയ്യുന്ന ബിൽഡിംഗിൽ തന്നെ വരുന്നു. അയാളില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്യുന്നു. അവളുടെ ധൈര്യം കണ്ടയാൾ സന്തോഷത്തോടെ അവളെ സ്വീകരിക്കുന്നു.